പൂക്കുടം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. പേര് കേട്ടാൽ പൂക്കൾ നിറഞ്ഞ മനോഹരമായൊരു സ്ഥലം എന്നു തോന്നും. എന്നാൽ ഇരുട്ട് വീഴുമ്പോൾ ആ പേരിന്റെ സൗന്ദര്യമെല്ലാം മാഞ്ഞുപോകും. അവിടെ രാത്രിയുടെ നിഴലുകളിൽ ഭയത്തിന്റെ ഒരു തെയ്യം ഉറഞ്ഞാടും. അവർ അതിനെ ഗുളികൻ എന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. അത് നേരിട്ടനുഭവിച്ച 4 സുഹൃത്തുക്കളുടെ കഥ. വിഷ്ണു, രാഹുൽ, ലക്ഷ്മി, അമീർ. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന 4 കോളേജ് സുഹൃത്തുക്കൾ. അവധിക്കാലം ആഘോഷിക്കാൻ അവർ തിരഞ്ഞെടുത്തത് ആരും അധികം പോകാത്ത പൂക്കുടം ഗ്രാമത്തിലെ വിജനമായ ഒരു ഫോറസ്റ്റ് ലോഡ്ജായിരുന്നു. അവർ കാടിനുള്ളിലേക്ക് യാത്ര തുടങ്ങി. ഫോൺ റേഞ്ച് പോയി. അമീർ മൊബൈലിൽ നോക്കി പറഞ്ഞു. ഇതാണ് അതിന്റെ രസം അമീർ. ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഡിജിറ്റൽ ലോകം വിട്ടേ പറ്റൂ. രാഹുൽ ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ലക്ഷ്മി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കോടമഞ്ഞിനാൽ മൂടിയ കാട്. തണുത്ത കാറ്റ് മുഖത്തടിക്കുന്നു. എനിക്കെന്തോ ഒരു വല്ലായ്മ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വിഷ്ണു ലക്ഷ്മിയെ കളിയാക്കി ചിരിച്ചു. പേടിയുണ്ടോ? ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഗുളികൻ തെയ്യത്തെപ്പറ്റി പറഞ്ഞുതരാൻ കാരണവന്മാരൊന്നും ഈ വണ്ടിയിലില്ല. അവർ താമസിക്കാൻ തീരുമാനിച്ച ലോഡ്ജ് കാടിന്റെ ഉള്ളിലായിരുന്നു. വിജനമായ ഒരു കൊടുമ്പനത്തിന്റെ ഹൃദയഭാഗത്ത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പഴയ കെട്ടിടം. എന്തൊരു നിശ്ശബ്ദത! അമീർ ചുറ്റും നോക്കി പറഞ്ഞു. ലോഡ്ജിന്റെ കെയർടേക്കർ, ഒരു കാരണവർ, അവരെ സ്വാഗതം ചെയ്തു. അയാൾക്ക് 70 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നി. കണ്ണുകളിൽ എന്തോ ഒരു ഭയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുപോലെ. നിങ്ങളിവിടെ താമസിക്കുന്നത് അത്ര നല്ലതല്ല, അയാൾ പതുക്കെ പറഞ്ഞു. എന്താ പ്രശ്നം? രാഹുൽ ചോദിച്ചു. ഈ ലോഡ്ജിനടുത്ത് ഒരു പഴയ ചാമുണ്ടിത്തറയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ഗുളികന്റെ കോലം കെട്ടിയപ്പോൾ എന്തോ പിഴച്ചുപോയി. അന്നുമുതൽ ആ തെയ്യം ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ആരും ധൈര്യമായി രാത്രി പുറത്തിറങ്ങാറില്ല. അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ കാരണവരെ? വിഷ്ണു തമാശയോടെ പറഞ്ഞു. അല്ല മോനെ, കെട്ടുകഥയല്ല. അവൻ ആളുകളെ കൂട്ടുകാരായി കൂടെ കൂട്ടും. എന്നിട്ട് അവന്റെ അടിമകളാക്കും. കാരണവർ പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. നിങ്ങൾക്ക് അവന്റെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാം. ചിലപ്പോൾ കാറ്റിനൊപ്പം അവന്റെ ചിരിയും. ആ രാത്രി അത്താഴം കഴിച്ച ശേഷം അവർ ലോഡ്ജിന്റെ ബാൽക്കണിയിൽ സംസാരിച്ചിരുന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവസാനം ആ കാരണവർ നമ്മളെ നന്നായി പേടിപ്പിച്ചു അല്ലേ? രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ലക്ഷ്മി അത് കേട്ടത്. വളരെ നേർത്ത ഒരു ശബ്ദം. നിങ്ങൾ കേട്ടോ ചിലങ്കയുടെ ശബ്ദം? ഇല്ല, അതൊക്കെ നിന്റെ തോന്നലാണ്, വിഷ്ണു ഫോണിൽ നോക്കി പറഞ്ഞു. പക്ഷേ അമീറും രാഹുലും പരസ്പരം നോക്കി. അവർക്കും എന്തോ തോന്നിയതുപോലെ. വിഷ്ണു, നീ അങ്ങനെയൊന്നും പറയണ്ട, അമീർ പറഞ്ഞു. ആദ്യ അടയാളങ്ങൾ. ആദ്യത്തെ ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 2ാം ദിവസം ഉച്ചയ്ക്ക് അവർ കാട്ടിലേക്ക് ട്രെക്കിങ്ങിനിറങ്ങി. രാഹുൽ, എന്റെ ബാഗ് കാണുന്നില്ല, വിഷ്ണു പറഞ്ഞു. നീ ഇവിടെ വെച്ചതല്ലേ? എവിടെ പോയി? രാഹുൽ ചോദിച്ചു. അവർ എല്ലായിടത്തും തിരഞ്ഞു. ഒടുവിൽ ലോഡ്ജിന്റെ പിന്നിലെ ഒരു പഴയ കിണറിനടുത്തുനിന്ന് ആ ബാഗ് അവർക്ക് കിട്ടി. ബാഗ് തുറന്നപ്പോൾ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഉണങ്ങിയ ഇലകളായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്റെ ബാഗ് ഇവിടെ എങ്ങനെ വന്നു? വിഷ്ണു ചോദിച്ചു. ലക്ഷ്മിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ തോന്നി. എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എന്തോ ഒരു ശുഭസൂചന പോലെ, അവൾ പറഞ്ഞു. അവർ തിരികെ ലോഡ്ജിലേക്ക് പോയി. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാഹുൽ ഒരു സ്വപ്നം കണ്ടു. ഒരു തെയ്യം. അതിന്റെ മുഖം വളരെ ഭയാനകമായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു. വിഷ്ണു ഉറക്കത്തിൽ നടക്കുന്നു. രാഹുൽ പതിയെ പിന്നാലെ ചെന്നു. വിഷ്ണു നടന്നത് ചാമുണ്ടിത്തറയുടെ അടുത്തേക്കായിരുന്നു. അവൻ ഒരു മരം കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയായിരുന്നു. വരൂ, എന്നെ തേടിയെത്തൂ, എന്നെ കൂടെ കൂട്ടൂ. വിഷ്ണു എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. രാഹുൽ വിഷ്ണുവിനെ പിടിച്ചുലച്ചു. നീയെന്താ ഇവിടെ ചെയ്യുന്നത്? വിഷ്ണു ഞെട്ടിയുണർന്നു. എനിക്കറിയില്ല രാഹുൽ, ഞാൻ എവിടെയായിരുന്നു? നീ ഉറക്കത്തിൽ നടക്കുകയായിരുന്നു, രാഹുൽ പറഞ്ഞു. രണ്ടുപേരും ലോഡ്ജിലേക്ക് തിരികെ പോയി. പിറ്റേന്ന് രാവിലെ വിഷ്ണുവിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടുതുടങ്ങി. അവൻ ചിരിക്കുന്നതും സംസാരിക്കുന്നതും വളരെ വിചിത്രമായ രീതിയിലായിരുന്നു. അവൻ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടു. അവന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. എനിക്ക് പേടിയാകുന്നു, ലക്ഷ്മി അമീറിനോട് പറഞ്ഞു. ഇത് വിഷ്ണുവല്ല, തെയ്യം ഉറഞ്ഞാടുന്നു. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ലോഡ്ജിന്റെ വൈദ്യുതി നിലച്ചു. അവർ ടോർച്ചുകൾ തെളിയിച്ചു. അപ്പോഴാണ് വിഷ്ണു ഉറക്കെ ചിരിച്ചത്. ആ ചിരി വിഷ്ണുവിന്റേതായിരുന്നില്ല. അതൊരു ഭ്രാന്തന്റേതുപോലെ തോന്നി. ഇവിടെ ഇരുട്ടാണ്, നിഴലുകളാണ്. നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, വിഷ്ണു ഉറക്കെ പറഞ്ഞു. അവന്റെ ശബ്ദം മാറിപ്പോയിരുന്നു. അവനൊരു പ്രത്യേക ഈണത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഗുളികൻ, ഗുളികൻ, എന്റെ മുന്നിൽ ഗുളികൻ, എന്റെ കൂടെയുണ്ട് ഗുളികൻ. അവൻ തെയ്യം പാട്ടിലെ വരികൾ പോലെ എന്തൊക്കെയോ പാടി. വിഷ്ണു പെട്ടെന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ചുവന്നു. കൈകൾക്ക് അതിയായ ബലമുണ്ടായിരുന്നു. വാതിലടയ്ക്ക്, വേഗം, രാഹുൽ അലറി. അവർ വാതിൽ അടച്ചുപൂട്ടി. പക്ഷേ വിഷ്ണു പുറത്തുനിന്ന് വാതിൽ തള്ളി. തുറക്ക്, എന്നെ കൂട്ടിച്ചേർക്ക്, അവനൊരു കൂട്ടുകാരനെ വേണം, അവൻ അലറി. അമീർ ജനലിലൂടെ നോക്കി. അവൻ കണ്ടു, ചാമുണ്ടിത്തറയ്ക്ക് ചുറ്റും ഒരു രൂപം നൃത്തം ചെയ്യുന്നു. ചിലങ്കയുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. കാരണവർ പറഞ്ഞത് സത്യമാണ്, ലക്ഷ്മി വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊരു പ്രേതമല്ല, ഒരു ഗുളികനാണ്. അവൻ വിഷ്ണുവിന്റെ ഉള്ളിലുണ്ട്.
നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, രാഹുൽ പറഞ്ഞു. അവർക്ക് മനസ്സിലായി, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഗുളികനെ തളയ്ക്കണം. അവർ കാരണവരെ തേടിപ്പോകാൻ തീരുമാനിച്ചു. അവർ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് വിഷ്ണു നിലത്ത് വീണുകിടക്കുന്നതാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത നിഴൽ ഉയർന്നു പൊങ്ങി ചാമുണ്ടിത്തറയിലേക്ക് പറന്നുപോയി. രക്ഷപ്പെട്ടു. അവൻ പോയി, അമീർ പറഞ്ഞു. പക്ഷേ അവർക്കൊരു തെറ്റുപറ്റി. ഗുളികൻ വിഷ്ണുവിനെ വിട്ടുപോയിരുന്നില്ല. അവൻ കാടിന്റെ നിഴലുകളിലുണ്ടായിരുന്നു. ഒടുവിലെ പോരാട്ടം. അവർ കാരണവരെ കാണാൻ ഓടി. കാടിന്റെ ഉള്ളിലൂടെ ഓടുമ്പോൾ അവർക്ക് പിന്നിൽ നിന്ന് ചിലങ്കയുടെ ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയില്ല. അവർ കാരണവരുടെ വീട്ടിലെത്തി. കാരണവരെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, അവൻ വിഷ്ണുവിനെ പൂർണ്ണമായും കീഴടക്കാൻ പോവുകയാണ്. ഇനി അവനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ചാമുണ്ടിത്തറയിലെ ഗുളികന്റെ കോലം കെട്ടിയ കരിങ്കല്ല് തകർക്കണം. പക്ഷേ അത് എങ്ങനെ തകർക്കും? രാഹുൽ ചോദിച്ചു. എന്റെ അച്ഛൻ പൂജയ്ക്ക് ഉപയോഗിച്ച ഒരു വേലാണ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാത്രമേ അതിനെ തകർക്കാൻ കഴിയൂ. നിങ്ങൾ വേഗം പോകൂ, സമയം കളയരുത്, കാരണവർ പറഞ്ഞു. അവർ വേൽ വാങ്ങി ചാമുണ്ടിത്തറയിലേക്ക് ഓട്ടി. അവിടെ ആ തറയിൽ വിഷ്ണുവിന്റെ ശരീരം തെയ്യം കെട്ടിയതുപോലെ ഉറഞ്ഞുതുള്ളുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ കറുത്തതായിരുന്നു. നീ എന്റെയാണ്, എന്റെ പുതിയ ശരീരം. ഞാനാണ് ഗുളികൻ. വിഷ്ണുവിന്റെ വായിൽ നിന്ന് ഭീകരമായ ശബ്ദം പുറത്തുവന്നു. നമുക്ക് വേഗം ആ കല്ല് തകർക്കണം. ലക്ഷ്മി അലറി. അവർ കല്ലിനടുത്തേക്ക് ഗുളികൻ തെയ്യം തുള്ളി അവരെ ആക്രമിച്ചു. അവസാന നിമിഷം രാഹുൽ ശക്തിയായി വേല് കല്ലിലേക്ക് എറിഞ്ഞു. കല്ല് പൊട്ടി. വിഷ്ണു നിലത്ത് വീണു. ഗുളികന്റെ ശബ്ദം കാറ്റിലലിഞ്ഞുപോയി. അവർ വിഷ്ണുവിനെ എടുത്തു. അവൻ അബോധാവസ്ഥയിലായിരുന്നു. അവർ അവനെയും കൊണ്ട് കാട് കടന്നുപോയി. വർഷങ്ങൾക്കിപ്പുറം വിഷ്ണു പൂർണ്ണമായും സുഖം പ്രാപിച്ചു. പക്ഷേ ചില രാത്രികളിൽ അവന്റെ ചെവിയിൽ നേർത്ത ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിൽ പഴയ തിളക്കം തിരികെ വന്നപോലെ. ഒരു നിഴൽ പോലെ ഗുളികൻ അവന്റെ കൂടെയുണ്ടായിരുന്നു. കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി